നമസ്കാരം. മുഖ്യമന്ത്രിയുടെ 1 മില്യൺ ചോദ്യത്തിന് ഇന്ന് അടൂർ പ്രകാശിന്റെ മറുപടിയും മെഴുകലും കാണുമ്പോൾ നമുക്കിത് ഇങ്ങനെ പാടാം. പ്രകാശ സത്യം പറ, പോറ്റിക്കട്ടതില് എത്ര ഷെയർ കിട്ടി? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. എത്ര ഷെയർ കിട്ടി? അതായത് ഇന്നത്തെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ഉന്നയിച്ച സ്പെസിഫിക് ആൻഡ് സ്ട്രെയിറ്റ് ചോദ്യമായിരുന്നു. എന്ത്? ഇത്രയും സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോറ്റിയോടൊപ്പം തന്നെ എങ്ങനെ അടൂർ പ്രകാശ് എത്തിപ്പെട്ടു? എന്തായിരുന്നു അവിടെ വെച്ച് നടന്ന ഡീൽ? അതിന്റെ ഭാഗമായിട്ട് കൊടുത്ത ആ സമ്മാനം എന്താണ്? ആ വലിയ ചാക്കിലുള്ള സമ്മാനം എന്താണ് എന്ന ചോദ്യത്തിന് ഇന്ന് അദ്ദേഹം ഒരു കാര്യം സംഭവിച്ചു. ഞാൻ തന്നെയാണ് ആ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ വ്യക്തി. ആ ഫോട്ടോയിലുള്ളത് AI അല്ല, അത് ഒറിജിനൽ അടൂർ പ്രകാശായ ഞാൻ തന്നെ. AI അല്ല, AP അടൂർ പ്രകാശായ ഞാൻ തന്നെ എന്ന് സമ്മതിച്ചതിന് ശേഷം അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ തിരിച്ചു വന്നപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം അറിയാം. എപ്പോഴാണ് നമ്മൾ ചിതറി കള്ളം പറയുന്നത്? അത് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന സ്ക്രിപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു വന്ന മറുപടികളിൽ അത് വഴിതെറ്റി പോകുന്ന ചോദ്യങ്ങളായി അതിൽ ഉത്തരം കിട്ടാതെ വന്നപ്പോൾ അടൂർ പ്രകാശിന് ആ സ്വർണം കെട്ട വിഷയത്തിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. പിന്നീട് ശ്രീമതി സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി അദ്ദേഹം അപ്പോയിന്റ്മെന്റ് നേടിയെടുത്തതിന് ശേഷം ഈ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അവിടെ വരുന്ന ദിവസം MP എന്നുള്ള നിലയിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ കൂടി ചെല്ലണം എന്ന് പറയുകയുണ്ടായി. ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിൽ ഞാനല്ലല്ലോ കൊണ്ടുപോയത്, അദ്ദേഹം എന്നെ കൂടി വന്ന് വിളിച്ചു, അദ്ദേഹത്തോടൊപ്പം പോയി എന്നുള്ളത് ശരിയാണ്. ഞാൻ അതിൽ നിന്ന് ഞാൻ മാറുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതെനിക്കറിയില്ല. അത് നിങ്ങൾ അന്വേഷിക്കുക, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. അത് നിങ്ങളുടെ ജോലിയാണ്. എന്റെ ജോലിയല്ല അത്തരം കാര്യങ്ങൾ. ഇല്ലില്ല, അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇയാളുമായിട്ട് ചോദിച്ചില്ല. അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ സോണിയാഗാന്ധിയുമായി അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടി അവിടെ എങ്ങനെയാണ് പോയത് എന്നതിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അനുസരിച്ചാണ് അല്ല, അത് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്ന പോലെ പറയാൻ എന്നെ കിട്ടില്ല. അത് അടൂർ പ്രകാശിനെ കിട്ടില്ല. ഉള്ള കാര്യങ്ങൾ പറയും. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും പറയാൻ അല്ല, വ്യക്തതയോടുകൂടിയാ പറയുന്നത്. നിങ്ങൾ അല്ലെങ്കിലും ഇതിനപ്പുറത്ത് ഈ സംപ്രേഷണം ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ഉള്ള കാര്യങ്ങൾ വ്യക്തതയോടുകൂടിയാണ് പറയുന്നത്. അതിനപ്പുറത്ത് വേറെ ഒന്നും തന്നെ പറയാനില്ല. അല്ല, അത് അതീവ സുരക്ഷിതത്വം ഉള്ള ആളാണ് സോണിയാഗാന്ധി എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അതിന് അവിടെ എങ്ങനെയാണ് കടന്നുകൂടിയത് എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അറിയാത്ത ഒരു കാര്യത്തിന് അല്ലല്ല, സാറിനോടൊപ്പം എന്നോടൊപ്പം എന്ന് മാത്രമല്ല, പല ആളുകളോടൊപ്പം അദ്ദേഹം പോയിട്ടുണ്ട്. പ്രകാശേ സത്യം പറ, പോറ്റി സ്വർണം കെട്ടതിൽ എത്ര ഷെയർ കിട്ടി? ഈ നാടിന് അറിഞ്ഞേ പറ്റുള്ളൂ. ഒരു സംശയവും വേണ്ട. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില്ലറ ബന്ധമല്ല ഈ പോറ്റിയുമായിട്ട് അടൂർ പ്രകാശിന് ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. അടൂർ പ്രകാശിനെ വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹം അവിടെ അന്നദാനം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു കാര്യം ആലോചിക്കുക, ആന്റണിയാണ് പത്തനംതിട്ടത്തെ MP. പക്ഷേ അദ്ദേഹം ആറ്റിങ്ങൽ MPയെ പൊക്കിക്കൊണ്ടുപോയി അവിടെ അന്നദാനമൊക്കെ ഉദ്ഘാടനം ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ആ അന്നദാനത്തിന്റെ സ്പോൺസർഷിപ്പ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് അറിഞ്ഞപ്പോ ഇദ്ദേഹം പല പരിപാടികളിലും പോയി പങ്കെടുത്തു. ഇപ്പം അദ്ദേഹം വിളിക്കുകയാണ്, ഇയാൾ കാട്ടുകള്ളനാണത്രേ. ഈ കാട്ടുകള്ളനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ സോണിയാഗാന്ധിയോടൊപ്പം പോകില്ല എന്ന്. ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ശർക്കര ഉള്ളിടത്തായിരിക്കും ഈച്ച വരിക. അത് ശർക്കരയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലെ കാട്ടുകള്ളന്മാർ സ്വാഭാവികമായിട്ട് അവരുടെ സഹായങ്ങൾക്ക് വേണ്ടി ആരുടെ അടുത്തായിരിക്കും ചെല്ലുന്നത്? അതേ മനോഭാവമുള്ളവരടുത്തല്ലേ ചെല്ലാൻ പറ്റൂ. കാര്യങ്ങൾ സിമ്പിളായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതേ മനോഭാവം ഉള്ളത് കൊണ്ട് ചെയ്തു കൊടുക്കാം. ആ നിലയ്ക്ക് നോക്കുമ്പോഴാണ് ഇപ്പോ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകുന്നത്. പ്രകാശ സത്യം പറ, പോറ്റി സ്വർണം കെട്ടതിൽ എത്ര ഷെയർ കിട്ടി? ഷെയർ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു വിഹിതം സോണിയാഗാന്ധിക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി ചെവി പറഞ്ഞെന്നൊക്കെ പറയുന്ന AI ചിത്രം വെച്ചിട്ടൊക്കെ ന്യായീകരിക്കാമെന്ന് കരുതണ്ട. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പ്രതികരണത്തിൽ തന്നെയാണ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ബോധ്യപ്പെടുന്നത്. ഒരാൾ കള്ളം പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനും പോരാത്തതിന് ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷയിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും പലതും ഒളിക്കാനുണ്ട്. പ്രകാശിന്റെ മടിയിൽ കനമുണ്ട്. സ്വർണം കട്ടത് ആരപ്പ, പ്രകാശ സംഘവും ആളപ്പ എന്ന് ഈ നാടിന് സംശയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്
കാര്യങ്ങൾ ചെന്നെത്തിപ്പെട്ടു എന്ന് മുഖ്യമന്ത്രിയുടെ ഒറ്റ ചോദ്യത്തിൽ നിന്ന് സ്വർണം കെട്ടവരോടൊപ്പം പതുങ്ങിയിരുന്ന പ്രകാശൻ എന്ന പെരിച്ചാഴി പുറത്തേക്ക് വന്ന് ജനങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു എന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയും.